ഇറാനും യുഎസും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികളിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലെ വിമാന കമ്പനികൾ പതുക്കെ കരകയറുന്നതായി റിപ്പോർട്ട്. മെയ് മാസത്തിൽ മേഖലയിലെ വ്യോമയാന ഗതാഗതത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും ജൂൺ മാസത്തോടെ സ്ഥിതി മെച്ചപ്പെട്ടതായി അയാട്ടയുടെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇറാന്റെ വെടിനിർത്തലിന് പിന്നാലെ വ്യോമപാതകൾ തുറന്നതാണ് വിമാന കമ്പനികൾക്ക് തുണയായത്. ഇറാൻ യുഎസ് സംഘർഷം മൂലം മെയ് മാസത്തിൽ മിഡിൽ ഈസ്റ്റിലെ വ്യോമയാന ഗതാഗതത്തിൽ 28.8% വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ജൂണിൽ ഈ ഇടിവ് 13.9% കുറയ്ക്കാൻ മേഖലയ്ക്ക് സാധിച്ചു. ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തലിന് ശേഷം വ്യോമപാതകൾ ഘട്ടമായി തുറന്നുകൊടുത്താണ് ഈ തിരിച്ചുവരവിന് വേഗത കൂട്ടിയത്. മിഡിൽ ഈസ്റ്റ് വടക്കേ അമേരിക്ക റൂട്ടിലെ യാത്രാവശ്യകത മെയ് മാസത്തിലെ 28.3% ഇടിവിൽ നിന്ന് ജൂണിൽ വെറും 1.9% മെച്ചപ്പെട്ടു. വടക്കേ അമേരിക്കയിൽ നിന്ന് UAE, ഖത്തർ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിലും കാര്യമായ വർധനവുണ്ടായി. ആഗോളതലത്തിൽ വിമാനയാത്രാ ആവശ്യകതയിൽ ജൂണിൽ 1.7% കുറവുണ്ടായിട്ടുണ്ട്. ചൈന, US, ജപ്പാൻ എന്നിവിടങ്ങളിലെ ആഭ്യന്തര യാത്രാ വിപണിയിലുണ്ടായ തിരിച്ചടിയാണ് ഇതിന് കാരണം. പ്രാദേശിക സംഘർഷങ്ങളും ഇന്ധനവില വർധനവും കാരണം വരും ദിവസങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഡയറക്ടർ ജനറൽ വില്ലി വാച്ച് മുന്നറിയിപ്പ് നൽകി. യൂറോപ്യൻ വിമാന കമ്പനികൾ 0.8%, അമേരിക്കൻ കമ്പനികൾ 3.8% വളർച്ച കൈവരിച്ചപ്പോൾ ഏഷ്യ പസഫിക് മേഖലയിൽ 2% ഇടിവാണ് ഉണ്ടായത്. മേഖലയിലെ സ്ഥിതിഗതികൾ സുസ്ഥിരമാകുന്നതോടെ വ്യോമയാന മേഖല കൂടുതൽ പ്രതീക്ഷയിലാണെന്ന് അയാട്ട വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദുബായ്.